നമുക്കെല്ലാം ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. യഥാർത്ഥത്തിൽ മെഹറാജിനെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞാൽ മെഹറാജ് ഒരു അത്ഭുതം അല്ല എന്ന് നമുക്ക് തോന്നും. പഠിക്കേണ്ട രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ മെഹറാജ് ഒരു അത്ഭുതമേ അല്ല. ഒരു മനുഷ്യൻ 7 ആകാശത്തിലേക്ക് യാതൊരു സംവിധാനങ്ങളും സജ്ജീകരണങ്ങളും ഇല്ലാതെ പോയി എന്നുള്ളത് ഒരു അത്ഭുതമായി നമുക്ക് തോന്നില്ല. കാരണം ആ മെഹറാജിന് പോയത് ആരാണ് എന്ന് ഒന്ന് മനസ്സിലാക്കിയാൽ മതി. കുറഞ്ഞ പക്ഷം പോയത് ആരാണ്? ലോകത്തെ സൃഷ്ടികളിൽ ഏറ്റവും ഉത്തമരായ മധുരമായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് മെഹറാജിന് പോകുന്നത്. അപ്പോൾ ആ നബിതങ്ങളുടെ പവർ മനസ്സിലാക്കിയാൽ, നബിതങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്തിട്ടുള്ള ആ ഒരു മഹത്വം മനസ്സിലാക്കിയാൽ മെഹറാജ് ഒരു അത്ഭുതമല്ല. പിന്നെ മറ്റൊരു കാര്യം, അതാണ് നമ്മൾ കുറച്ച് ദിവസം കൊണ്ട് ചർച്ച ചെയ്തതാണ്, നബിതങ്ങൾക്ക് മറ്റുള്ളവരിൽ നിന്നും അള്ളാഹു കൊടുത്തിട്ടുള്ള പദവികൾ. മറ്റൊരു കാര്യം, നബിതങ്ങളെ കൂട്ടിക്കൊണ്ട് പോകാൻ വന്നത് ലോകത്തിലെ ഏറ്റവും നല്ല നമ്പർ 1 ഫാസ്റ്റസ്റ്റ് ആയ ബഹുമാനപ്പെട്ട സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാം. ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ കഴിവ് കൂടി ഒന്ന് പരിശോധിച്ചാൽ നമുക്ക് മിഅ്റാജ് ഒട്ടും അത്ഭുതമല്ലാന്ന് തോന്നും. കാരണം ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രം നമുക്കറിയാം. സഹോദരങ്ങളെ കൊണ്ട് ഒരു കിണറ്റിൽ, പൊട്ടക്കിണറ്റിൽ തള്ളിയിടുന്ന ഒരു സംഭവമുണ്ട്. അപ്പോ യൂസുഫ് നബി അലൈഹിസ്സലാമിനെ പൊട്ടക്കിണറ്റിലേക്ക് തള്ളിയിടുന്ന ആ ഒരു സമയത്ത് ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹിസ്സലാം കിണറ്റിന്റെ കരയിൽ നിൽക്കുകയാണ്. ആ കിണറ്റിന്റെ കരയിൽ നിന്നും ഈ സഹോദരങ്ങളായ ആളുകൾ ഈ കുട്ടിയെ പിടിച്ച് കിണറ്റിലേക്ക് തള്ളിയിടാൻ ഒരുങ്ങുന്ന സമയം ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിന്റെ അർശിന്റെ താഴ്ഭാഗത്തുണ്ട്. 7 ആകാശത്തിന്റെ മുകളിൽ അള്ളാഹുവിന്റെ അർശിന്റെ താഴ്ഭാഗത്തുള്ള ജിബ്രീൽ അലൈഹിസ്സലാമിനോട് അള്ളാഹു പറഞ്ഞു, അതിരിക്ക് അബ്ദി യാ ജിബ്രീൽ, ഓ ജിബ്രീലെ, എന്റെ ദാസനാകുന്ന യൂസുഫ് നബി അലൈഹിസ്സലാമിനെ ഇതാ കിണറ്റിലേക്ക് തള്ളിയിടാൻ പോവുകയാണ്. അതുകൊണ്ട് സുരക്ഷിതമായ കുഞ്ഞിനെ നീ പിടിക്കണം. വളരെ വെള്ളം കുറഞ്ഞൊരു കിണറാണ്. ആഴമുള്ള വെള്ളം കുറഞ്ഞ പാറകൾ കൊണ്ട് നിറഞ്ഞ ആ കിണറ്റിന്റെ ഉള്ളിലേക്ക് ഒരു കുട്ടി വീണാൽ മരണം പോലും സംഭവിക്കും. അപ്പോൾ യൂസുഫ് നബിയെ സംരക്ഷിക്കുക എന്നുള്ളത് അള്ളാഹുവിന്റെ ബാധ്യത. അള്ളാഹു അത് നിറവേറ്റാൻ പോവുകയാണ്. അതിന് ജിബ്രീൽ അലൈഹിസ്സലാമിനോട് പറഞ്ഞു, അതിലേക്ക് അബ്ദി യാ ജിബ്രീൽ, എന്റെ അടിമയാകുന്ന യൂസുഫ് കിണറ്റിലേക്ക് വീഴാൻ പോകുന്നുണ്ട്, ആ യൂസുഫിനെ പോയി പിടിക്കാൻ പറഞ്ഞു. അങ്ങനെ ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാം 7 ആകാശത്തിന്റെ അപ്പുറം അള്ളാഹുവിന്റെ അർശിന്റെ സമീപത്തിരിക്കുന്ന ജിബ്രീൽ അലൈഹിസ്സലാം അവിടെ നിന്ന് നേരെ താഴേക്ക് വരികയും യൂസുഫ് നബി പൊട്ടക്കിണറ്റിന്റെ കരയിൽ നിന്നും കിണറ്റിന്റെ ആഴങ്ങളിലേക്കും 7 ആകാശത്തിന്റെ മുകളിൽ നിൽക്കുന്ന ജിബ്രീൽ അലൈഹിസ്സലാം അവിടെ നിന്നും താഴെ ഭൂമിയിലേക്ക് വരികയാണ്. ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാം പറയുകയാണ്, ആദ്യമായി കിണറിന്റെ അടിയിലെത്തിയത്, കിണറ്റിന്റെ കരയിൽ നിന്നും താഴേക്ക് വീണ യൂസുഫ് ആയിരുന്നില്ല. ആ കിണറ്റിന്റെ അടിയിലേക്ക് ആദ്യം എത്തിയത് ഞാനായിരുന്നു എന്ന് ബഹുമാനപ്പെട്ട സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാം പിന്നീട് നബിതങ്ങളോട് പറയുന്ന സംഭവമുണ്ട്. അപ്പോൾ ഈ 7 ആകാശത്തിന്റെ മുകളിൽ നിൽക്കുന്ന ജിബ്രീൽ എന്ന് പറയുന്ന മലക്കിന് ഒരു കുട്ടി കിണറ്റിന്റെ കരയിൽ നിന്നും അടിയിലേക്ക് എത്തുന്നതിന് മുന്നേ തന്നെ താഴെ എത്താൻ കഴിയുമെന്നുണ്ടെങ്കിൽ ഈ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഒരു ദിവസം കൊണ്ട്, ഒരു രാത്രി കൊണ്ട് 1000 തവണ വേണമെങ്കിലും 7 ആകാശങ്ങളെയും താണ്ടിയിട്ട് പോയി തിരിച്ചു വരാൻ കഴിയും എന്നുള്ളതാണ്. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് യഥാർത്ഥത്തിൽ മിഅ്റാജ് ഒരു അത്ഭുതമല്ലാതായി തോന്നും. കാരണം കൊണ്ടുപോകാൻ വന്ന ആളിന് ഈ ഒരു പവറാണ്. ജിബ്രീൽ എന്ന മലക്ക് ഇത്രയും നല്ല സ്പീഡിൽ സഞ്ചരിക്കുന്ന ആളാണ് ജിബ്രീൽ അലൈഹിസ്സലാം. കൂടെ പോകുന്നത് ലോകത്തെ സൃഷ്ടികളിൽ ഏറ്റവും ഉത്തമരായ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. കൊണ്ടുപോകുന്ന വാഹനം ഏതാണ്? ഖുറാഖ്. ഖുറാഖ് എന്ന് പറഞ്ഞാൽ അതും ഏറ്റവും നല്ല വേഗതയുള്ള വാഹനമാണ്. ഖുറാഖ് എന്നുള്ളത് ബർക്ക് എന്നതിൽ നിന്നാണ് പിടിക്കപ്പെട്ട വാക്കാണ്. ബർക്ക് എന്ന് പറഞ്ഞാൽ മിന്നലാണ്. മിന്നൽ, പ്രകാശത്തിന്റെ സഞ്ചാരം. പ്രകാശത്തിന്റെ സഞ്ചാരം നമുക്കറിയാം, ഒരു സെക്കൻഡിൽ 3 ലക്ഷം കിലോമീറ്റർ പ്രകാശം സഞ്ചരിക്കും. അതാണ് പ്രകാശത്തിന്റെ വേഗത. ഒരു സെക്കൻഡ് ഇവിടെ നിന്നും തെളിക്കുന്ന ഒരു വെളിച്ചം 1 സെക്കൻഡ് കൊണ്ട് 3 ലക്ഷം കിലോമീറ്ററിന്റെ അപ്പുറത്തേക്ക് സഞ്ചരിക്കുന്ന വേഗതയാണ് പ്രകാശത്തിന്. അപ്പോൾ ആ പ്രകാശമാകുന്ന ബർക്കിൽ നിന്നാണ് ഖുറാഖ് എന്ന വാക്കിനെ തന്നെ എഴുതിയിരിക്കുന്നത്. മിന്നലിന്റെ വേഗത, മിന്നൽ വേഗത. അതായത് പ്രകാശത്തിനേക്കാളും വേഗതയിൽ പോകാൻ കഴിയുന്ന ഒരു വാഹനവുമായിട്ടാണ് ജിബ്രീൽ അലൈഹിസ്സലാം വരുന്നത്.
പോകുന്ന ആള് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, കൊണ്ടുപോകുന്ന ആള് സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാം, കൊണ്ടുപോകുന്ന വാഹനം ലോകത്തെ ഏറ്റവും വേഗതയേറിയ വാഹനം. ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നതാരാണ്? സൃഷ്ടാവായ അല്ലാഹ്. വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അവൻ എല്ലാത്തിനും കഴിവുള്ളവനാണ്. അപ്പൊ അങ്ങനെയുള്ള അല്ലാഹു ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുമ്പോൾ 7 ആകാശത്തിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പോയി വരാൻ ഒരു ദിവസം എടുത്ത് എന്നുള്ളത് കേൾക്കുമ്പോൾ തന്നെ അതൊരു അത്ഭുതമല്ലാതെയായി നമുക്ക് തോന്നുന്നു. അതാണ് മിഅ്റാജ് എന്ന അത്ഭുതം. അല്ലാഹു നല്ലതുപോലെ ആ മിഅ്റാജിനെ കുറിച്ചും ഇസ്രാഇനെ കുറിച്ചും മനസ്സിലാക്കുവാനുള്ള തൗഫീഖ് നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.